ചന്ദ്രലേഖയുടെ അടുത്തിരിക്കുകയായിരുന്നു. അർജുന്റെ പിറന്നാള് വരികയാണെന്ന് അറിയില്ലേ? ആ, എല്ലാ വർഷത്തെ പോലെ ആഘോഷിക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരാഘോഷം കഴിഞ്ഞതല്ലേ രമേ? അടുത്ത വലിയ ആഘോഷമൊക്കെ അവന്റെ കല്യാണത്തിന് മതി. അതല്ലേ നല്ലത്? അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്റെ മൂത്ത മകനല്ലേ അർജുൻ. അവന്റെ ഒരു കാര്യങ്ങളും ചെറുതാവുന്നത് എനിക്കിഷ്ടമല്ല. കിടക്കുന്നു വേറൊരുത്തൻ, ഒരു ഗുണവും ഇല്ലാത്തവൻ. എന്റെ മൂത്ത മകൻ ജീവിക്കുന്നത് കുടുംബത്തിന്, ഇളയ മകൻ ജീവിക്കുന്നത് നാട്ടുകാർക്കും. എന്തായാലും ഞാൻ അർജുനോടൊന്ന് സംസാരിക്കട്ടെ. പിറന്നാൾ ദിവസം ഇനി വേറെന്തെങ്കിലും അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. അതിന് അല്ല മേം, ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ആ അവാർഡ് അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. ആ ആഗ്രഹം കൊള്ളാം. ആ അവാർഡ് വാങ്ങാൻ ഏറ്റവും യോഗ്യൻ നിന്റെ അച്ഛൻ തന്നെയാണ്. നിന്നെ ഈ ഉയർച്ചയിലേക്ക് എത്തിച്ച ആളല്ലേ നിന്റെ അച്ഛൻ. യുവകർഷകൻ. തനിക്കെന്തോ അവാർഡൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു. ഉള്ളതാണോ? ശരിക്കത്ര വോൾട്ടേജ് ഇല്ലല്ലോ. ഞാൻ പിണങ്ങിയിരുന്നതുകൊണ്ടാണോ? അതൊന്നുമല്ല. എങ്കി അതൊക്കെ താൻ മനസ്സിന്ന് കളഞ്ഞേക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് ചിരിച്ച്. അപ്പോ എല്ലാം പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് ഇനി സത്യം പറയും. എത്ര കൊടുത്തു? എന്തോന്നും അവാർഡിനെ എത്ര ചിക്കിന് ചെലവാക്കിയെന്ന്. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഓ പിന്നെ, ഒരു യുവകർഷകൻ. തനിക്ക് കൃഷിയെ കുറിച്ച് എന്തറിയാം? അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. എങ്കി താനല്ലാതെ വേറെ 2 വാഴകളുടെ പേര് പറഞ്ഞേ. പറ, ചേച്ചി കേക്കട്ടെ. അങ്ങനെ ചേച്ചിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. അറിയില്ല, അത് തന്നെ. വന്ന് ഈ അവാർഡുകൾക്കൊന്നും ഒരു വിലയില്ലാണ്ടായി. വെറുതെ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോവുക. എന്നിട്ട് തനിക്കെത്തണ്ണം കിട്ടി? പറ 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 പറ. ഹലോ, കളിയാക്കണ്ട. എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്റെ വീട്ടിലെ ഒരു ഷെൽഫ് നിറച്ചിരിപ്പുണ്ട്. ഈ ചാക്കടി മത്സരം ഒന്ന് കേട്ടിട്ടുണ്ടോ? കണ്ണ് കെട്ടി സുന്ദരിക്ക് പൊട്ട് തൊടാൻ അറിയോ? ഉറിയടി കേട്ടിട്ടുണ്ടോ? ചാടിക്കടിച്ചുള്ള റൊട്ടിയടി മത്സരം അറിയോ? ഈ വായിൽ സ്പൂൺ വെച്ച് അതിൽ നാരങ്ങ വെച്ചിട്ട് ഓട്ട മത്സരം അറിയോ? അതെല്ലാം പോട്ടെ, ഒരു മിനിറ്റില് താൻ എത്ര ബലൂൺ ഊതി വീർപ്പിക്കും?
കണ്ണ് തള്ളണ്ട. ഇതിനൊക്കെ ഈ ചിന്നു ചേച്ചിക്കായിരുന്നു ഫസ്റ്റ്. മോൻ കാശറിഞ്ഞ് വാങ്ങിയ ഈ അവാർഡൊക്കെ അതിന് താഴെ നിൽക്കും. അതെ, ഈ ബലൂൺ ഊതിയുറപ്പിച്ചും ഉറിയടിച്ച് കിട്ടിയ ട്രോഫിയുടെയും കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. മണ്ണിക്കിടന്ന് നല്ലോണം കഷ്ടപ്പെട്ട് വിയർത്ത് കിട്ടിയ യുവ കർഷകന്റെ അവാർഡിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. എന്തായാലും കൺഗ്രാറ്റ്സ്. ആവശ്യമില്ല. തൽക്കാലം ഈ പറഞ്ഞ കൺഗ്രാറ്റ്സ് സുന്ദരിക്ക് പൊട്ടൂത്തിയ ആളെന്നെ വെച്ചോ.